ഹലോ ഗൈസ്, നമ്മൾ ഈ പത്തനാപുരത്തുകാർക്ക് ഈ പുറം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗമയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ നാട്ടിലെവിടെയാണ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഞങ്ങൾ പത്തനാപുരത്തു നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പം ഈ ചോദ്യകർത്താവിൻ്റെ അടുത്ത ചോദ്യം ഏത് പത്തനാപുരം, ഗണേഷിൻ്റെ പത്തനാപുരമാണോ, ഗണേഷിൻ്റെ പത്തനാപുരമാണോ എന്ന ആ ഒരു മറുചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ബ്രാൻഡ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ബ്രാൻഡ് ക്രിയേഷൻ. കഴിഞ്ഞ നൂറ്റാണ്ടായി ഒരു മനുഷ്യൻ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യമാണ്. അതൊരു വെറും വാക്ക് മാത്രമല്ല കേട്ടോ, അതൊരു സോളിഡ് ആക്ഷൻ കൂടിയാണ്. പത്തനാപുരത്തെ മാറ്റിയതാണ്. കടൽ കടന്ന് നിൽക്കുന്ന നമ്മളെപ്പോലും അറിയപ്പെടുന്നത് ഗണേഷിൻ്റെ നാട്ടുകാരൻ എന്ന രൂപത്തിലാണ്. അത് മറ്റുള്ളവർക്ക് പോലും അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ്. അതൊരു വിഷണറി ലീഡർഷിപ്പ് കൊണ്ടാണ്, അല്ലാതെ അതൊരു വെറും വാചക കസർത്ത് കൊണ്ട് നമുക്കുണ്ടായതല്ല. ഇനി നമ്മുടെ പത്തനാപുരത്ത് നാളെ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 25 വർഷമായിട്ട് ഒരു നാടിൻ്റെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത KB ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും തമ്മിലാണ് മുഖ്യ മത്സരം പത്തനാപുരത്ത് നടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാനൽ ചർച്ചകളിലെ സിംഹം ജ്യോതികുമാർ ചാമക്കാലയെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ പുള്ളിയുടെ ചർച്ചകളൊക്കെ കണ്ടിട്ടുള്ള മനസ്സിലായിരിക്കും. ഒരു ഫുൾ ടൈം അഗ്രഷൻ വെച്ചിട്ട് ഈ മൈക്കൊക്കെ എറിഞ്ഞു കളഞ്ഞ് ഒരു തരം അലർന്ന അസഹിഷ്ണുതയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ജ്യോതികുമാർ ചാമക്ക. അങ്ങനെ അഗ്രഷനുള്ള ഒരാൾ പത്തനാപുരത്തെ MLA ആയിട്ട് വരികയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലല്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ആവശ്യമായിട്ട് ചെല്ലുകയാണെങ്കിൽ, അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ വികാരം എങ്ങനെയാവുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് അദ്ദേഹത്തിനോട് ചേരുന്നു, അയാളുടെ പൂർവ്വ ചരിത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അയാൾ പൂർണ്ണമായും നിങ്ങളോട് പ്രതികരിക്കാൻ പോകുന്നത് ഈ രൂപത്തിലായിരിക്കും. സ്വന്തം വികാരങ്ങളെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു നാടിനെ മാനേജ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. പത്തനാപുരത്തിന്റെ കോൺഗ്രസിന്റെ മുഖമായ CR നജീബിനെ പോലെയും ഷാജു ഖാനെ പോലുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതിൽ പോലും പലർ അതിർത്തിയും ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. ആ രൂപത്തിലും നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അത് അവരുടെ പാർട്ടിക്കാരെയാണ്. ഗണേഷ് കുമാറിൻ്റെ വികസനത്തിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് കാണിക്കുമ്പോൾ ചാമക്കാല ചിലപ്പോൾ കാണിക്കാൻ പോകുന്ന ചാനലത്തുണ്ടായ തല്ലുമാലയുടെ കണക്കായിരിക്കും. പ്രിയപ്പെട്ട വോട്ടർമാരെ, അസഹിഷ്ണുത ഒരു അലങ്കാരമല്ല, അതൊരു വീക്ക്നെസ് ആണ്, ഒരു മനുഷ്യൻ്റെ വീക്ക്നെസ് ആണ്. നമ്മൾക്ക് വേണ്ടത് വിവേകമുള്ള നേതാവിനെയാണ്, അല്ലാതെ മൈക്കെറിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ അല്ല നമുക്ക് ആവശ്യം. നമ്മളിനി വികസനത്തിൻ്റെ കണക്കുകളിലേക്ക് വരുവാണെങ്കിൽ, നമ്മുടെ പത്തനാപുരത്തേക്ക് ഗണേഷ് കുമാർ കൊണ്ടുവന്ന എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുണ്ട്. ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, എഡ്യൂക്കേഷൻ മേഖലയിലായിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചറിലായിക്കോട്ടെ, ഏത് മേഖല എടുത്തിട്ടാണെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന വികസനങ്ങൾ, കഴിഞ്ഞ 25 വർഷമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന വികസനങ്ങൾ മുന്നിൽ ലിവിങ് എക്സാമ്പിളായിട്ട് നിൽക്കുകയാണ്. അതിലെടുത്തു പറയാവുന്നതാണ് നമ്മുടെ പത്തനാപുരത്ത് വരുന്ന താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡും അംഗൻവാടികളും സ്കൂളുകളും, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പത്തനാപുരത്തിന് വേണ്ടി ചെയ്തുകൊണ്ടുവരികയാണ്. കേരളത്തിന് തന്നെ മാതൃകയായ KSRTC ബസ് സ്റ്റാൻഡ് പത്തനാപുരത്ത് ഇപ്പോഴും ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഇതിനെ വെറുതെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാറ്റി ചിന്തിക്കുന്നത്? കേരളത്തിലെ സ്ട്രാറ്റജിയുള്ള ഒരു മിനിസ്റ്റർ, ലീഡിങ് കപ്പാസിറ്റിയുള്ള ഒരു മിനിസ്റ്റർ, അദ്ദേഹം ആ പദവി ഏറ്റെടുത്തിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ലാഭത്തിന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം സ്ട്രാറ്റജിയുള്ള നമ്പർ 1 മിനിസ്റ്റർ തന്നെയാണ്. അത്തരത്തിലൊരു സ്ട്രാറ്റജി മിനിസ്റ്ററിനെ മാറ്റിയിട്ട് നെഗറ്റിവിറ്റി മാത്രമുള്ള, അഗ്രഷൻ മാത്രമുള്ള ഒരാൾക്ക് നമ്മുടെ ഈ മണ്ണ് വിട്ടുകൊടുക്കണം. നമ്മൾ ഓർക്കുക, വൈ വി ഗോ ഫോർ എ ബ്രാസ് വെൻ യു ഓൾറെഡി ഹാവ് എ ഗോൾ. നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉള്ളപ്പോൾ നമ്മൾ എന്തിന് പിച്ചിലർ പിന്നാലെ പോകണം? അഗ്രഷൻ്റെ പിന്നാലെ എന്തിനു പോകണം? നിങ്ങളോട് കേട്ടുള്ള ഒരു ലാസ്റ്റ് റിക്വസ്റ്റാണ്. സോ ദ ചോയ്സ് ഈസ് വെരി ക്ലിയർ. വികസനം തുടരണം. നമ്മുടെ നാട് പത്തനാപുരം എന്നും തലയുയർത്തി നിർത്തണം. അതിന് നമ്മൾ വീണ്ടും ഈ KB ഗണേഷ് കുമാറിന്, ഈ ജനനായകന് നമ്മൾ പത്തനാപുരം കൊടുക്കുന്നു. നമ്മൾ കൊടുത്തു കഴിഞ്ഞു. വോട്ട് ഫോർ KB ഗണേഷ് കുമാർ.